നമ്മൾ ഹിന്ദിയിലെ സാധാരണ ഉപയോഗിക്കുന്ന ചില വാക്കുകളെ ഒന്ന് പരിചയപ്പെടാം. വേറെ ആരാണ്, വേറെ എന്താണ്, വേറെ ഏതാണ് എന്നിത്യാദി വാക്കുകളെ നമ്മളൊന്ന് ഹിന്ദിയിൽ നിന്ന് പറഞ്ഞു നോക്കുക. സിമ്പിൾ സാധനമാണിത്. പക്ഷെ അതൊക്കെ പറയാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഭാഷയിൽ നമുക്കൊരു ബ്ലോക്ക് വരിക. അപ്പോൾ വേറെ ആരാണ്, ഔർ കോൻ, അത്ര മതി. ഈ ഔർ എന്നുള്ള വേറൊക്കെ ഉപയോഗിക്കരുത്. ഔർ കോൻ ഹേ, വേറെ ആരാ ഉള്ളത്, ഔർ കോൻ ഹേ വഹാ, അവിടെ വേറെ ആരാ ഉള്ളത്, ഇങ്ങനെ. അപ്പോൾ ഔർ എന്നാണ്. ഓക്കെ, ഔർ കോൻ ഹേ. വേറെ എന്താണ്, ഔർ ക്യാ ഹേ, ഔർ ക്യാ ഹേ എന്ന് പറയാം. ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു കാര്യം പറയുമ്പോൾ അതങ്ങനെ തന്നെ വേണ്ടത്, വേറെ ഇപ്പം എന്താ ഞാൻ ചെയ്യുക എന്ന് പറയാനും എന്ത് പറയും, ഔർ ക്യാ ഹേ, ഔർ ക്യാ എന്ന് പറയും, ഔർ ക്യാ. ഇനി നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങി, ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമല്ലോ നമ്മൾ, ഇനി എന്താ വേണ്ടത്, അവിടെയും ചോദിക്കുക ഔർ ക്യാ ചാഹിയേ എന്നാണ് അവിടുത്തെ പൂർണ്ണമായ അർത്ഥം വാക്കുള്ളത്. ഔർ ക്യാ ചാഹിയേ, വേറെ എന്താ വേണ്ടത് എന്നാണ്. അതിനിവിടെ ഔർ ക്യാ എന്ന് മാത്രം പറയും. മറ്റൊരുത്തും പറയും ഔർ ക്യാ കറൂമേ, ഔർ ക്യാ കറൂ, ഞാൻ എന്താ ചെയ്യുക, അവിടെയും പറയും ഔർ ക്യാ എന്ന്. ഓക്കെ, വേറെ എന്താണെന്ന് ചോദിച്ചാൽ വേറെ ഏതാണ്, ഔർ കോൻസാ. അപ്പൊ ഒന്ന് കൊടുത്തു, ഇതല്ല വേറെ ഏതാ, ഔർ കോൻസാ. ഔർ കോൻസാ എന്ന് പറഞ്ഞാൽ വേറെ ഏതാണ്, അതായത് ഞാൻ വേറെ ഏതാ നിങ്ങൾക്ക് തരേണ്ടത്, ഔർ കോൻസ ദേതുമേ ആപ്കോ, ഔർ കോൻസ ദേതുമേ ആപ്കോ, ഞങ്ങൾ വേറെ ഏതാ നിങ്ങൾക്ക് തരേണ്ടത്. അത് വേറെ ആരെല്ലാം എന്നാണെങ്കിലോ, വേറെ ആരെല്ലാമാണ് വന്നത്, ഇപ്പൊ നിങ്ങൾ വന്നു, വേറെ ആരെല്ലാം, ആ പയാ ഔർ കോൻ അങ്ങനെ പറയേണ്ടത്. വേറെ ആരെല്ലാം എന്നിങ്ങനെ പറയാം, ഔർ കോൻ ആയാ എന്ന് പറയാം. അത് ശൈലിയാണ്. ഇത് ഇങ്ങനെ ക്യാന്ന് പറഞ്ഞെടുത്തും അങ്ങനെ ഉണ്ടല്ലോ. വേറെ എന്തെല്ലാം എന്നാണെങ്കിലും അവിടെ തന്നെ രണ്ടു വട്ടം പറഞ്ഞാൽ മതി. ഔർ ക്യാ ചാഹിയേ, ഔർ ക്യാ ദേ ദൂ എന്നാണ്. ഓക്കെ, ഔർ ക്യാ ബോലൂ, പിന്നെ ഞാൻ എന്തെല്ലാം പറയേണ്ടത്. ഈ കോൺസെന്റ് എടുത്തും അങ്ങനെ തന്നെ, ഔർ കോൻസാ, പിന്നെ ഏതെല്ലാം വേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഒരു രീതിയാണെന്നും നമ്മളൊരു ഭാഷയിൽ പഠിക്കുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ പറയുന്ന രീതി അനുകരിക്കുകയാണ് വേണ്ടതെന്നും പഠിക്കുക. അതുപോലെ ഇനി ഹിന്ദി യൂണിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഹിന്ദി യൂണി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. ഒരുപക്ഷെ അതറിയാതെ വീഡിയോ മാത്രം ഫോളോ ചെയ്യുന്നവരുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിക്കുന്നത്. അതിനുവേണ്ടി ഇതിനോടൊപ്പമുള്ള നമ്പറിലൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. ബഹുത് ശുക്രിയ ആപ്ക.